ലോകാടിസ്ഥാനത്തിൽ ചരിത്രകാരന്മാർ മുസ്ലിങ്ങളെ രണ്ട് വിഭാഗമാക്കിയിട്ടാണ് തരംതിരിച്ചത്. ഒന്ന് ഷിയ മുസ്ലിങ്ങൾ, മറ്റൊന്ന് സുന്നി മുസ്ലിങ്ങൾ. മൂന്നാമതൊരു വിഭാഗം അന്താരാഷ്ട്ര തലത്തിലില്ല. പ്രാദേശിക തലത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ നാട്ടുപുറത്തൊക്കെ പറയുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, തബ്ലീഗ്, അങ്ങനത്തെ കുറേ വിഭാഗങ്ങളുണ്ട്. ലോകാടിസ്ഥാനത്തിൽ അതെല്ലാം സുന്നി പക്ഷത്തും മറ്റൊരു പക്ഷം എന്ന് പറയുന്നത് ഷിയ മുസ്ലിങ്ങളുമാണ്. ഇന്ന് രാഷ്ട്രീയ ലോകത്ത് ഏറ്റവും കൂടുതൽ കരുത്താർജിച്ചുകൊണ്ട് തെളിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ തീജ്വാല പോലെ പടർന്നു പിടിക്കുന്ന വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഷിയ മുസ്ലിങ്ങളാണ്. പ്രത്യേകിച്ച് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ ഭൂപടവും ചരിത്രവുമാണ് ലോകത്ത് ഇന്നൊക്കെ ചർച്ച ചെയ്യുന്നത്. എന്നാൽ സുന്നികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു അരക്ഷിതാവസ്ഥയിലാണ്. അങ്ങനെ കൃത്യമായിരിക്കും നിലപാടെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ പേടിത്തൊണ്ടന്മാരെ പോലെ അങ്ങനെ പതുങ്ങി നിൽക്കുകയും അതോടൊപ്പം ശത്രുവിൻ്റെ എല്ലാവിധ ആക്രമവും അനുഭവിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവരായി ഒതുങ്ങിക്കൂടുകയും ചെയ്യുന്നു. ഷിയാക്കൾ എന്ത് ചെയ്യുന്നു? ഇടിച്ചു കയറി അറ്റാക്ക് ചെയ്യുന്നു, നേരിടുന്നു. സുന്നികൾ എന്ത് ചെയ്യുന്നു? വെടികൊള്ളുന്ന സമയത്ത് ചുമ്മാ നെഞ്ച് വിരിച്ചു കഴിഞ്ഞിട്ട് വെടിവെച്ചോളാൻ വേണ്ടി പറയുന്നു. മുമ്പ് നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് മിമിക്രിയിലൊക്കെ പറയുന്ന പോലെ ബ്രിട്ടീഷുകാർ വെടിവെക്കുന്നു, നമ്മൾ വെടികൊള്ളുന്നു എന്ന് പറഞ്ഞ സ്ഥിതിയിലാണ് സുന്നി മുസ്ലിങ്ങളുടെ നിലവിലുള്ള സാഹചര്യം. നമ്മുടെ രാഷ്ട്രീയപരമായിരിക്കുന്ന സംഭവങ്ങൾ മാത്രമാണ് ഇതിനെ അടിസ്ഥാനമാക്കി പറയുന്നത്, വിശ്വാസപരമായിരിക്കുന്ന കാര്യമേ അല്ല. എന്താണ് സുന്നികളും ഷിയാക്കളും തമ്മിലുള്ള മതപരമായിരിക്കുന്ന വ്യത്യാസം എന്നുള്ളത് പരിശോധിച്ച് നമ്മൾ തുടങ്ങാം. ഖലീഫ ഭരണകാലവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഷിയ വിഭാഗം തന്നെ ഉണ്ടാകുന്നത്. അടിസ്ഥാനപരമായിരിക്കുന്ന ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൽ ഷിയാക്കൾക്കോ സുന്നികൾക്കോ യാതൊരു വ്യത്യാസവുമില്ല. വളരെ കൃത്യമാണ്. വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നു, പ്രവാചകർ അംഗീകരിക്കുന്നു, സിർട്ടാവിനെ അംഗീകരിക്കുന്നു. ഇത് മൂന്ന് പ്രമാണങ്ങൾ അല്ലെങ്കിൽ മൂന്ന് കാര്യമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിക്ക് അടിസ്ഥാനമായിട്ട് കാണേണ്ടത്. മൂന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്കാണ്. സിർട്ടാവിനെ കണ്ടെത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഓട്ടോമാറ്റിക്കായിട്ട് അവർ പ്രവാചകരെയും ഖുർആനെയും കണ്ടെത്തും. പ്രവാചകരെ മാത്രം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സിർട്ടാവിനെയും ഖുർആനെയും കണ്ടെത്തും. ഖുർആനെ മാത്രം നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവാചകനെയും സിർട്ടാവിനെയും കണ്ടെത്തും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന അടിസ്ഥാനമായിരിക്കുന്ന ശില എന്ന് പറയുന്നത്. ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും ഷിയാക്കളും സുന്നികളും തമ്മിൽ ഇല്ല, ഒരു കാലത്തുമില്ല. എന്നാൽ പ്രവാചകന്റെ കാലത്തിന് ശേഷം ഖലീഫ ഭരണം വന്നു. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി താലിബ്, 4 ഖലീഫമാർ. ഈ ഖലീഫമാരുടെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടെ സ്ഥാനാരോഹണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഷിയ വിഭാഗം അഭിപ്രായ ഭിന്നതയിൽ ഉണ്ടാകുന്നത്. അതായത് അവസാനത്തെ ഖലീഫയായിരിക്കുന്ന അലി ബിൻ അബി താലിബ് ആയിരുന്നു അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്ന ആദ്യത്തെ ഖലീഫയുടെ സ്ഥാനത്ത് വരേണ്ടിയിരുന്നത്. കാര്യം എന്ന് പറയുന്നത് അവർ ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവാണ് എന്നതിനാൽ അതിൻ്റെ ഒരു പരിഗണന, അതായത് പ്രവാചകൻ്റെ മരുമകൻ എന്നൊരു പരിഗണന കൊടുക്കേണ്ടിയിരുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന ഷിയ സുന്നി വിഭാഗത്തിൻ്റെ വ്യത്യാസങ്ങൾ കാണുന്നത്. നമ്മൾ ഇന്നത്തെ രാഷ്ട്രീയപരമായിരിക്കുന്ന സംഭവ വികാസത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും, 50-ലധികം സുന്നി രാജ്യങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. സമ്പന്ന രംഗത്തും ഈ സായുധ രംഗത്തും സജീവമായിരിക്കുന്ന രാജ്യങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ പാലസ്തീൻ പോലെയുള്ള ഒരു വൈകാരിക വിഷയത്തിൽ കൃത്യമായ രീതിയിൽ യുദ്ധസമാനമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അവരെ നേരിടുന്ന കാര്യത്തിൽ ഈ രാജ്യങ്ങളെല്ലാം 100% പരാജയമാണ്. ലോക ജനസംഖ്യയിൽ 25%-ലധികം മുസ്ലിങ്ങളാണ് എന്നുള്ളത് നമുക്ക് മറക്കാൻ വേണ്ടി പറ്റില്ല. 50-ലധികം സുന്നി രാജ്യങ്ങൾ. ഏതാ രാജ്യങ്ങളൊക്കെ നോക്കുക. അത് മാത്രമല്ല 80 മുതൽ ലോക മുസ്ലിം ജനസംഖ്യയിലെ 80 മുതൽ 90% വരെ ഉള്ളത് സുന്നികളാണ്, സുന്നി മുസ്ലിങ്ങളാണ്. അതിൽ നമ്മൾ എണ്ണുന്ന സമയത്ത് ഈ മിഡിൽ ഈസ്റ്റ്, വടക്കൻ ആഫ്രിക്ക എന്നൊക്കെ കൊണ്ട് എണ്ണി വരുന്ന സമയത്ത് സൗദി അറേബ്യ, ഈജിപ്ത്, ജോർദാൻ, സിറിയയിൽ ഭൂരിപക്ഷം സുന്നികളാണ്. ഭരണം നടത്തൽ പല ഘട്ടത്തിലും ഷിയാക്കളാണെന്ന് മാത്രം, പക്ഷേ സുന്നികളാണ് ഭൂരിപക്ഷം. യമനിലും അങ്ങനെ തന്നെയാണ്, ഭൂരിപക്ഷം സുന്നികളാണ്, ഭരണം നടത്തൽ പല ഘട്ടത്തിലും ഷിയാക്കളാണ്. അങ്ങനത്തെ ഒരു രീതി വരാറുണ്ട്. എണ്ണത്തിൽ നോക്കുന്ന സമയത്ത് സുന്നികൾക്കാണ് അവിടെ ഭൂരിപക്ഷം ഉള്ളത്. മൊറോക്ക, അൾജീരിയ, ടുണീഷ്യ, ലിബിയ, സുഡാൻ, UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ. ജനസംഖ്യയിൽ ഷിയാക്കാട് ഭൂരിപക്ഷമുണ്ട്, ഭരണം നടത്തുന്നത് സുന്നികളാണ്. പിന്നീട് ഒമാൻ. ഏഷ്യയിലേക്ക് എത്തുന്ന സമയത്ത് തുർക്കി, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്തോനേഷ്യ വെച്ചാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ രാജ്യങ്ങളിലൊന്നാണ് ഇന്തോനേഷ്യ. മലേഷ്യ, മാലിദ്വീപ്, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ. ആഫ്രിക്കയിലേക്ക് പോകുന്ന സമയത്ത് നൈജീരിയ, സെനഗൽ, സോമാലിയ, മൗറിറ്റാനിയ, ചാദ്, നൈജർ, മലാവി, കെനിയ, ടാൻസാനിയ. ഇതെല്ലാം പറയുന്നത് എന്താണെന്നറിയോ?
മുസ്ലിം സുന്നി രാജ്യങ്ങളാണ്. അതിൽ നമ്മൾ ഷിയാക്കളെ നോക്കുന്ന സമയത്ത് ജനസംഖ്യയിൽ, അതായത് മുസ്ലിം ജനസംഖ്യയിൽ 10 മുതൽ 15% മാത്രമേ ഷിയാക്കളുള്ളൂ. അതിൽ അവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇറാനാണ്. ഏറ്റവും വലിയ ഷിയ ഭൂരിപക്ഷമുള്ള രാജ്യമാണ് ഷിയ. 90 മുതൽ 95% വരെ ഷിയാക്കൾ തന്നെയാണ്. പിന്നെ കുറഞ്ഞ ഒരു സുന്നികളുണ്ട്, കുറഞ്ഞ ക്രിസ്ത്യാനികളുണ്ട്, കുറഞ്ഞ ജൂതന്മാരുണ്ട്. അങ്ങനെ അതൊക്കെ വളരെ എണ്ണത്തിൽ വളരെ കുറഞ്ഞ ന്യൂനപക്ഷ വിഭാഗമായിട്ടാണ് വരുന്നത്. ഇറാഖിലേക്ക് പോകുന്ന സമയത്തും ഷിയ വിഭാഗം ഭൂരിപക്ഷം 65%-ലധികം ഷിയാക്കളുടെ രാജ്യമാണ് ഇറാഖ് എന്ന് പറയുന്നത്. പിന്നീടുള്ള അസർബൈജാനാണ്. 65 മുതൽ 70% വരെ ഷിയാക്കളുടെ രാജ്യമാണ് അസർബൈജാൻ. അപ്പോൾ എണ്ണുന്ന സമയത്ത് ഇറാനും ഇറാഖും അസർബൈജാനും 3 രാജ്യങ്ങൾ ഏറെക്കുറെ ഷിയ രാജ്യമാണെന്ന് പറയാൻ വേണ്ടി പറ്റും. 50 രാജ്യങ്ങൾ അല്ലെങ്കിൽ 52ഓളം രാജ്യങ്ങൾ സുന്നി രാജ്യമാണെന്ന് പറയാൻ പറ്റും. ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം ഷിയാക്കളാണ്, ഭരണം നടത്തുന്നത് സുന്നികളാണ്. ചില രാജ്യങ്ങളൊക്കെ ലെബനാനെ സംബന്ധിച്ചിടത്തോളം സുന്നികൾ ഷിയാക്കൾ ഏകദേശം പപ്പാതിയായിട്ടാണ് വരുന്നത്. ലോകാടിസ്ഥാനത്തിൽ 85 മുതൽ 90% സുന്നികളും 10 മുതൽ 15% ഷിയാക്കളും നമ്മളത് പറഞ്ഞു. അപ്പോൾ ഷിയാക്കളുടെ നിർണായകമായിരിക്കുന്ന രാജ്യങ്ങൾ, മറ്റു രാജ്യങ്ങൾ ഇത് കഴിഞ്ഞാൽ, ഇത് ഇറാൻ കഴിഞ്ഞാൽ അത് പാകിസ്ഥാനുണ്ട്, ഇന്ത്യ ഉണ്ട്, ലെബനാനുണ്ട്, സൗദി അറേബ്യ ഉണ്ട്, തുർക്കി ഉണ്ട്, ബഹ്റൈൻ. സൗദി എന്ന് പറയുന്ന സൗദിയുടെ വടക്ക് ഭാഗങ്ങളിൽ ഈ ഷിയ വിഭാഗങ്ങൾ കൂടുതലാണ്. ഖത്തീഫ്, ദമാം, ഖത്തീഫ് ഭാഗങ്ങളിലൊക്കെ ഷിയാക്കൾ കൂടുതലായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇന്ത്യയിൽ മഹാരാഷ്ട്ര, ഡൽഹി പോലെയുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ഷിയാക്കളുള്ള സ്ഥലം. മഹാരാഷ്ട്ര വലിയ ഭൂരിപക്ഷത്തിന് ഷിയാക്കളുള്ള ഏരിയകളാണ്. തുർക്കിയിൽ അങ്ങനെയാണ്. പിന്നെ ബഹ്റൈൻ നമ്മൾ പറയുകയും ചെയ്തു. 9:1 അങ്ങനെയാണ് അനുപാതം. സുന്നികൾ 9 ആണെങ്കിൽ ഷിയാക്കൾ 1. നമ്മൾ എന്താ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സുന്നി രാജ്യമാണ്. 50-ലധികം രാജ്യങ്ങൾ, സുന്നി രാജ്യങ്ങളുടെ പേര് നമ്മൾ എണ്ണി. പക്ഷേ ഒരു സുന്നി രാജ്യം പോലും യുദ്ധ തയ്യാറെടുപ്പോട് കൂടിയിട്ട് ഫലസ്തീന് വേണ്ടി രംഗത്തിറങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈമാൻ ഇവിടെ അളക്കേണ്ടതുണ്ട്. അതാണ് ഏറ്റവും വലിയ വിഷയം. വിശ്വാസപരമായ രീതിയിൽ വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ പ്രവാചകരെയും സുന്നത്തിൻ്റെയും അതിൻ്റെ നിയമവ്യവസ്ഥയൊക്കെ അംഗീകരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുകയും ലോകവ്യാപകമായ രീതിയിൽ വിശുദ്ധ ഖുർആനെ പ്രചരിപ്പിക്കുകയും അതിന് പ്രത്യേകമായിരിക്കുന്ന പ്രസിദ്ധീകരണം ഉണ്ടാക്കി എല്ലാ പ്രവർത്തി ചെയ്യുന്നതിൽ സുന്നികൾ മുൻപന്തിയിലാണ്. അടിസ്ഥാനമായിരിക്കുന്ന ഒരു വിഷയം വരുന്ന സമയത്ത്, അല്ല അമേരിക്കയും ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ, അല്ലെ പൊതുശത്രു വരുന്ന സമയത്ത് ഈ ഈമാനൊന്നും എവിടെ കാണുന്നില്ല എന്ന് ചുരുക്കം. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ലോകത്തില്ലായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ മുസ്ലിം എന്നൊരു അഭിമാനത്തോടു കൂടി ലോകത്ത് മുസ്ലിങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് ഇന്നത്തെ രാഷ്ട്രീയ ചരിത്രത്തിലെ പത്രം മാത്രം വായിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇവിടെ ഇപ്പോൾ നോക്കൂ, ഖത്തറിനെ ആക്രമിച്ചു, ഒന്നും ചെയ്തിട്ടില്ല, ഒന്നോട്ട് ചെയ്യയില്ല, ചെയ്യാനോട്ട് സാധിക്കുകയില്ല. സാധിക്കാത്തത് കൊണ്ട്, ആയുധമില്ലാത്തത് കൊണ്ടല്ല, ധൈര്യം മാത്രം പോരാ, ഈമാൻ വേണം. പകരം ഇസ്രായേൽ നോക്കൂ, ഇസ്രായേലിനെ അമേരിക്ക ആക്രമിച്ചു. ഇറാനെ അമേരിക്ക ആക്രമിച്ചു. ഇറാൻ വെറുതെ നിന്നല്ല, അമേരിക്കയുടെ സൈനിക താവള കേന്ദ്രമാക്കിയിട്ട് ഇറാൻ തിരിച്ചടിച്ചു. പകരം അപ്പം തന്നെ ചെയ്തു. ഇസ്രായേൽ ആക്രമിച്ചു ഇറാനെ, വെറുതെ നിന്നിട്ടില്ല. ഇസ്രായേൽ തിരിച്ചടിച്ചു എന്ന് മാത്രമല്ല, അടിച്ച് ഒതുക്കി മൂലക്കിട്ടു ഇസ്രായേലിനെ. അതൊക്കെ ഇവർ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയാണ്. യമൻ നോക്കൂ, യമൻ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നുണ്ട്. യമൻ്റെ പ്രധാനമന്ത്രിയും സൈനിക കമാൻഡറും ബന്ധപ്പെട്ട ആളുകളൊക്കെ അവരെ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് അവർ പ്രവർത്തി നിർത്തിയോ? ഇന്നലെ ഇട്ടു മിസൈൽ, ഇനിയും അവർ ഇട്ടു മിസൈൽ. എന്നാണോ പാലസ്തീൻ സ്വതന്ത്രമാകുന്നത് അതുവരെ ഞങ്ങൾ പ്രവർത്തി തുടരുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മരണം വിഷയമല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈമാനുള്ളത് ആർക്കാണ് എന്നുള്ളത് ഊഹിക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട വളരെ പ്രധാനമായിരിക്കുന്ന ഒരു സമയമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ളത്. ശത്രുവിൻ്റെ ശത്രുവായിട്ട് കണ്ടുകൊണ്ട് അതിനനുസരിച്ച് അതിൻ്റെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈമാൻ ഉണ്ട് എന്ന് പറയുന്നതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. ഒരുപാട് ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ സാമ്പത്തികപരമായിരിക്കും വലിയ മുന്നേറ്റമുള്ള രാജ്യമാണ്. പ്രതിരോധം ഉണ്ടാക്കുന്നവർ പരാജയപ്പെട്ടു. അവർ സ്വയം രക്ഷപ്പെടാനും അവരുടെ സുരക്ഷിതത്വം അതോടൊപ്പം തന്നെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മറ്റു രാജ്യങ്ങളുടെ സുരക്ഷിതത്വം ഒരുക്കുന്ന കാര്യത്തിൽ 100% പരാജയമാണ്. ആരാണോ ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയും സംസാരിക്കുന്നത്, അറബ് ദേശീയതയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഏത് വിഷയത്തിലും ഇടപെടാൻ വേണ്ടി ധൈര്യം കാണിക്കുന്ന ആരൊക്കെ ഉണ്ടായിരുന്നോ ലോകത്ത് മുസ്ലിം രാജ്യങ്ങളിൽ ഭരണാധികാരികളായിട്ട്, അവരൊക്കെ അമേരിക്ക ഇല്ലാതാക്കി. അതിന് കൂട്ടുനിന്നു ഒന്ന് സദ്ദാം ഹുസൈനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വെടിവെപ്പ് നടത്തിയത് മുഴുവനും എവിടെ നിന്നാണ്? അറബ് രാജ്യങ്ങളിൽ നിന്നാണ്. അവിടെ നിന്നാണ് സദ്ദാമിനെ വെടിവെക്കുന്നത്. ആ സമയത്ത് പോലും ഇറാനോട് ചോദിച്ചു എന്നതാണ് അമേരിക്ക. ജോർജ് ബുഷാണ് ആവശ്യപ്പെടുന്നത്. ഏറ്റവും എളുപ്പത്തിൽ ഇറാഖിനെ ആക്രമിക്കാൻ പറ്റിയ ഭൂമിക ഇറാനാണ് എന്നതിൽ വിട്ടുതരണം. കാരണം 8 വർഷത്തോളം യുദ്ധം ചെയ്ത് ഇറാനും ഇറാഖുമായിട്ട് 10 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു. നിങ്ങൾ ഭൂമിക വിട്ടു തന്നാൽ ഞങ്ങൾക്ക് ഇറാഖിനെ നിലംപരിശാക്കും. അന്ന് ഇറാൻ പറഞ്ഞൊരു കാര്യമുണ്ട്,
നിങ്ങളെക്കാളും വിശ്വാസം ശത്രുവായിരിക്കുന്ന ഇറാഖിനെയാണ് ഞങ്ങൾക്ക്. അവർ പറഞ്ഞുകൊണ്ട് ചതിക്കും, നിങ്ങൾ ഉള്ളിലൂടെ ചതിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഭൂപ്രദേശം വിട്ടുതരില്ല എന്ന് തൻ്റെ ഇടത്തോടു കൂടി പറഞ്ഞ ലോകത്തെ ഒരേ ഒരു മുസ്ലിം രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്ന് മാത്രമാണ്. അതേ ഇറാൻ ഉള്ളത് കൊണ്ടാണ് അഭിമാനത്തോടു കൂടി മുസ്ലിമാണെന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ന് അറബ് രാജ്യങ്ങൾക്ക് നടക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അവർക്കത് മനസ്സിലായി. ഇറാൻ എന്നോ പാടി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, നിങ്ങൾ വാല് കൊടുക്കുന്നത് നിങ്ങളുടെ ശത്രുവിനെ തന്നെയാണ്, നിങ്ങൾ മടിയിലിരുത്തിക്കൊണ്ട് മൂർഖന് പാമ്പ് കൊടുക്കുന്ന പണിയാണ്, അമേരിക്കയെ ചേർത്തുകൊണ്ട് നിങ്ങളുടെ രാജ്യത്തിൻ്റെ രഹസ്യ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അവരുടെ കയ്യിൽ നിന്ന് ആയുധം വാങ്ങുന്നത്, ആയുധത്തെക്കുറിച്ച് പഠനം നടത്താൻ വേണ്ടി അവരെ തന്നെ ക്ഷണിക്കുന്നത്, പ്രാക്ടിക്കൽ ലഭിക്കാൻ വേണ്ടി അവരെ ആശ്രയിക്കുന്നത്, ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നുള്ളത്. ഈ ഷിയാക്കൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകാടിസ്ഥാനത്തിൽ ഷിയാക്കൾക്ക് ഒരു ലിങ്കുണ്ട്, ഒരു ചേർച്ചയുണ്ട്. അത് ലോകത്തുള്ള എവിടെയുള്ള ഷിയാ വിഭാഗമാണെങ്കിലും അവരുടെ വസ്ത്രധാരണകൾ സ്ത്രീകളുടേതാണെങ്കിലും പുരുഷൻ്റേതാണെങ്കിലും അവർ തമ്മിൽ എന്തുണ്ടാവും, ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേന്ദ്രീകൃത ഒരു ബിന്ദുവും ഒരു നേതൃത്വമുണ്ട്. അതുകൊണ്ട് അവിടെ നിന്നുള്ളൊരു പ്രസ്താവനയും അവിടെ നിന്നുള്ളൊരു നിലപാടും ആ രാജ്യത്തിന് നേരെ മുറിവേൽക്കുന്ന സമയത്ത് വൈകാരികപരമായ രീതിയിൽ ഷിയാക്കൾ ഇടപെടുന്നതൊക്കെ സ്വാഭാവികമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. സുന്നികൾക്കൊരു കേന്ദ്രമില്ല, ഒരു സെൻറ്ററുകളില്ല, ഒരു നേതാവില്ല, ഒരു ഏകോപനത്തോടു കൂടി ലോകാടിസ്ഥാനത്തിൽ ഒരു അഭിപ്രായം പറയാനുള്ള ഒരു നേതൃത്വ സംവിധാനം സുന്നി വിഭാഗത്തിന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയം. അതിൻ്റെ ദാരുണമായിരിക്കുന്ന ഫലമാണ് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളടക്കം ഇന്ന് അനുഭവിച്ചു വരുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി കൂട്ടി വായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.